ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു ലോകോത്തര മൾട്ടിനാഷണൽ കമ്പനിയിലെ തൊഴിലവസരവുമായിട്ടാണ്. കാരണം ഈ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലുള്ള അലയൻസിലാണ്. അലയൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഫിനാൻഷ്യൽ സർവീസസിലൊക്കെ വർക്ക് ചെയ്ത് വരുന്ന ഒരു പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയാണ് ഈ അലയൻസ് എന്നുള്ളത്. ഏകദേശം 70ഓളം കൺട്രീസിൽ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്ത് വരുന്ന ഒരു പ്രമുഖ ഗ്രൂപ്പാണ് ഈ അലയൻസ് എന്നുള്ളത്. അലയൻസിന്റെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലുള്ള ഓഫീസിലേക്ക് ഇപ്പോൾ വിവിധ പൊസിഷനിലേക്ക് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിനും അതുപോലെ എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിനും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. സോ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ പൊസിഷനിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ആദ്യം തന്നെ അലയൻസ് സർവീസസിന്റെ ഒരു വാക്ക് ഇൻ റിക്രൂട്ട്മെന്റ് ഡ്രൈവിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഈ ഒരു വാക്ക് ഇൻ ഡ്രൈവ് വരുന്നത് കൊച്ചിയിലാണ്. വരുന്ന 16 മാർച്ച് 2024 ഈ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടക്കുന്നത്. അലയൻസിന്റെ ടെക്നോ പാർക്ക് ഓഫീസിലാണ് വേക്കൻസീസ് വരുന്നതെങ്കിലും ഈ ഒരു വാക്ക് ഇൻ ഡ്രൈവ് നടക്കുന്നത് കൊച്ചിയിലാണ്. വെന്യൂ വരുന്നത് ഒലീവ് ഇവ, എടച്ചിറ റോഡ്, ഓപ്പോസിറ്റ് ഇൻഫോ പാർക്ക്, നിയർ സ്മാർട്ട് സിറ്റി, കാക്കനാട്, കൊച്ചി. ഇതിന്റെ ഒരു ടൈമിംഗ് വരുന്നത് രാവിലെ 10 മണി തൊട്ട് ഈവനിങ് 4 മണി വരെയാണ്. വിവിധ പൊസിഷനുകളിലായിട്ട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഈ ഒരു പൊസിഷനൊക്കെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ്. ഇതുകൂടാതെ ഫ്രഷേഴ്സിനും വേക്കൻസി വരുന്നുണ്ട്. അത് ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്. സീനിയർ ഡാറ്റ എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. ഫുൾ സ്റ്റാക്ക് ഡാറ്റ സയന്റിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്. സീനിയർ ML എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. അതേപോലെ സീനിയർ ഡാറ്റ അനലിസ്റ്റ്, സീനിയർ UI പാത്ത്, IT സ്ക്രം മാസ്റ്റർ, ഫംഗ്ഷണൽ ബിസിനസ് അനലിസ്റ്റ്, ഫിനാൻസ് ബിസിനസ് കൺസൾട്ടന്റ്, അങ്ങനെ വിവിധ തസ്തികയിൽ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിന് ഒട്ടനവധി വേക്കൻസീസ് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ഈ ഒരു റെലവൻറ്റ് മേഖലയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ ഏത് പോസ്റ്റിലാണോ റെലവൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളത് ആ ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കുക. അത് ആ ഒരു പറയുന്ന ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ ഒരു വാക്ക് ഇൻ ഡ്രൈവിന് നിങ്ങൾ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. സോ ഇത്രയുമാണ് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസീസ് നിലവിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രഷേഴ്സിനുള്ള ഒരു അവസരമാണ്. ഫ്രഷേഴ്സിന് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഒരു അത്യാവശ്യം നല്ല വേക്കൻസീസ് വന്നിട്ടുണ്ട്. അസോസിയേറ്റ് കസ്റ്റമർ സർവീസ് പ്രോസസ്സിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഇന്റർനാഷണൽ വോയിസ് പ്രോസസ്സിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. റിക്രൂട്ട്മെന്റ് ഡ്രൈവ് തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത്. ഈ വരുന്ന 16 മാർച്ചിനാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടക്കുന്നത്, അതായത് ഈ വരുന്ന ശനിയാഴ്ച. പൊസിഷന്റെ പേര് അസോസിയേറ്റ് കസ്റ്റമർ സർവീസ് എന്നാണ്. ഇന്റർനാഷണൽ വോയിസ് പ്രോസസ്സിലേക്കാണ് വേക്കൻസി വരുന്നത്. ഫ്രഷേഴ്സിനും അതേപോലെ അപ് ടു ഒരു 5 years വരെയൊക്കെ BPO അല്ലെങ്കിൽ വോയിസ് പ്രോസസ്, നോൺ വോയിസ് പ്രോസസ് മേഖലയിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അത് കൂടാതെ മറ്റ് യോഗ്യതാപരമായ അഡീഷണൽ ക്വാളിഫിക്കേഷൻസ്, IT സ്കിൽസ് കാര്യങ്ങളൊന്നും അവർ ചോദിക്കുന്നില്ല. ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണമെന്നാണ് അവർ പറയുന്നത്. അതുകൂടാതെ BPO മേഖലയിലൊക്കെ വർക്ക് ചെയ്ത്, ഇന്റർനാഷണൽ BPO മേഖലയിലൊക്കെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് അവർ പരിഗണിക്കുന്നതാണ് എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. പിന്നെ ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിലിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് ആണ് വരുന്നത്. ഇതൊരു ഇന്റർനാഷണൽ കമ്പനിയാണ്. ഇതിന്റെ ക്ലയൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഒക്കെ ഇന്റർനാഷണൽ കസ്റ്റമേഴ്സ് ആയിരിക്കും. സോ അവർക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്നൊരു കാര്യം മനസ്സിലാക്കുക. സോ നിങ്ങളുടെ വർക്കിംഗ് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ റൊട്ടേഷനിലായിരിക്കും. സോ നിങ്ങൾ അതിനൊക്കെ ആയിരിക്കണം എന്നൊരു കാര്യം കൂടി നിങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇനി ഈ ഒരു പൊസിഷനിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ഈ ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വീഡിയോ ലിങ്കിൽ ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ഫോമിന്റെ ഒരു ലിങ്കാണ് വരുന്നത്. ഡയറക്റ്റ് ആ ഒരു ഗൂഗിൾ ഫോമിൽ കയറുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്ത് ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യുക. കാരണം അവർ പറയുന്നുണ്ട്, ദ ഇവന്റ് പാർട്ടിസിപ്പേഷൻ ഈസ് ബേസ്ഡ് ഓൺ രജിസ്ട്രേഷൻ, നോ വാക്ക്-ഇൻസ് വിൽ ബി കൺസിഡേർഡ്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണമായിട്ട്, ആ ഒരു അപ്ഡേറ്റ് കിട്ടിയതിന് ശേഷം വേണം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കാനായിട്ട്. സോ ആദ്യം ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. ഒരു സിമ്പിൾ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ഫോം അപ്ലൈ ചെയ്യാം. ഗൂഗിൾ ഫോമിൽ കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒന്നുകൂടി അത് കാര്യം ശ്രദ്ധിക്കുക.
പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് 3 മന്ത്സിലൊക്കെ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിലേക്ക് ഇവരുടെ റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ പങ്കെടുത്തവരാണെങ്കിൽ, നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്യരുത് എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ലാസ്റ്റ് 3 മന്ത്സ് ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. സോ നല്ലൊരു അവസരമാണ്. ഇത്രയും വേക്കൻസീസ് നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് വന്നിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലുള്ള മികച്ച കമ്പനിയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദയവായി അവരിലേക്ക് ഈ ഒരു വീഡിയോ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.